കള്ളങ്ങൾ 1000 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാലും കള്ളങ്ങൾ ഒരിക്കലും സത്യമാവില്ല. കാര്യം ഞാൻ പറഞ്ഞു വെക്കുന്നത് ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിന് മൂക്കിന് താഴെയുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അടൂരിലെ മാ കെയർ ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സർക്കാർ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം സൂക്ഷിക്കുന്നത് ശുചിമുറിയിൽ. കാസർഗോഡ് അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശുചിമുറി കുടുംബശ്രീ മാ കെയർ ഭക്ഷണ വിതരണ കേന്ദ്രമാക്കിയിരിക്കുകയാണ്. മുമ്പ് ഉപയോഗിച്ചിരുന്ന വാതിലുകൾ പോലുമില്ലാത്ത ശുചിമുറികൾക്ക് മുൻപിലാണ് ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും മുൻപന്തിയിലെന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളിലെ കാഴ്ചകളാണ്. അടിസ്ഥാന ആരോഗ്യ അവബോധമുള്ളവർ ചെയ്യാത്ത പരിപാടി. ശുചിമുറി കെട്ടിടത്തിൽ ഭക്ഷണം. കാര്യം നമ്മളൊക്കെ കണ്ടതാണ്. മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങളിലൂടെ മറ്റുമൊക്കെ നമ്മുടെ ശ്രദ്ധ ഒരുപാട് ആകർഷിച്ച ഒരു മേഖല കൂടിയായിരുന്നു ആ ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ. ഇന്നും ചിലരെങ്കിലും അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുക, കവലപ്രസംഗങ്ങൾ നടത്തി അതിന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. കാര്യം എന്ത് ഇഷ്യൂ ആണ് മാ കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് പലർക്കും ഇന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാര്യം അടൂർ സ്കൂൾ എന്ന് പറയുമ്പോൾ ആ സ്കൂളിനൊരു പൈതൃകമുണ്ട്, മൂല്യമുണ്ട്, പാരമ്പര്യമുണ്ട്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സഹനത്തിൻ്റെയും പുറത്ത് കെട്ടിപ്പടുത്തുയർത്തിയ സാധാരണക്കാരുടെ മലയോര മേഖലയുടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് അടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അതിൻ്റെ മൂല്യങ്ങൾ, അതിൻ്റെ പൈതൃകങ്ങൾ നഷ്ടപ്പെട്ടു പോവാതെ അതിനെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മാ കെയർ ക്യാൻറ്റീൻ. അപ്പോൾ സർക്കാർ നിർദ്ദേശിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, എങ്ങനെയായിരിക്കണം മാ കെയർ. അപ്പോൾ അതിൻ്റെ നിബന്ധനകളൊക്കെയും കാറ്റിൽ പറത്തിയും കൊണ്ട് ഒരു വില പോലും കൽപ്പിക്കാതെ ഏതെങ്കിലും മൂലയിലുള്ള പഴയ ഉപയോഗശൂന്യമായിട്ടുള്ള ശുചിമുറി ഉപയോഗിച്ചുകൊണ്ട് ഒരു മാ കെയർ തുടങ്ങുക എന്നുള്ളത് തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വത്തിനും ആരോഗ്യത്തിനും നേരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു എന്നുള്ളത് ആരും തന്നെ അത് ആദ്യം അറിഞ്ഞിരുന്നില്ല എന്ന്. പിന്നെ ക്രമേണ അവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ഉണ്ടായതിനു ശേഷം അവിടുത്തെ കുട്ടികളും PTA-യും ഒന്നിച്ച് രേഖാമൂലം നിവേദനങ്ങൾ നൽകിയെങ്കിലും അവിടെ ഒരു തരത്തിലുള്ള അതിനെതിരെയുള്ള നടപടികളും കാര്യങ്ങളും ഒന്നും തന്നെ അവിടെ ഉണ്ടായില്ല. അതിനുശേഷമാണ് അവിടുത്തെ പ്രദേശത്തെ യുവജന സംഘങ്ങളൊക്കെയും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആൾക്കാർ വന്ന് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് പലപ്പോഴും കവലപ്രസംഗങ്ങളിലൂടെ നടത്തുന്ന പ്രചരണം എന്താണ്? മാ കെയർ പദ്ധതി പൂട്ടിച്ചതോടുകൂടി അന്നം മുട്ടിച്ചു എന്ന് വരെ പറഞ്ഞു നടക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരുടെ പ്രസ്താവനകളെയാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാര്യം നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത്, പിഞ്ചു കുട്ടികളെന്ന് പറയുന്നത് നാളെയുടെ റോസാപ്പൂക്കളാണ്, ചിത്രശലഭങ്ങളാണ്. അവരുടെ ആരോഗ്യവും സുരക്ഷിതത്വവും വിദ്യാഭ്യാസം ഒക്കെയും നമ്മുടെ ബാധ്യത കൂടിയാണ് എന്ന് മനസ്സിലാക്കാതെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. അടൂർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇന്ന് നമ്മൾ കാണുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മതേതര നവമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന, മുഖ്യധാരയിൽ കാണുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത വലിയൊരു വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള ഒരു സ്കൂൾ കൂടി തന്നെയാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ സുരക്ഷിതത്വം അവിടുത്തെ യുവജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ, യുവജന പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുത്തപ്പോൾ അവർക്ക് നേരെയായി ഇവരുടെ ആക്രോശങ്ങളും ആക്രമണങ്ങളും സൈബർ ആക്രമണവും ഒക്കെയും എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇവിടുത്തെ കുട്ടികളുടെ, പിഞ്ചു പൈതങ്ങളുടെ ആരോഗ്യം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാര്യം അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് തന്നെ ഇവിടുത്തെ പിഞ്ചു കുട്ടികളെ ബലിയാടുകളാക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷമുണ്ടായ കോലാഹലങ്ങളൊക്കെയും നമ്മൾ കണ്ടതാണ്. ലഹരി മാഫിയ ഒക്കെ ചേർന്നാണ് മാ കെയർ പൂട്ടിച്ചത് എന്നും അങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖ്യധാര മീഡിയകളിലൊക്കെ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരിക്കലും ഐക്യജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ മുസ്ലിം ലീഗ്, UDF ലഹരി മാഫിയകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു തരത്തിലും അതുമായിട്ട് യോജിച്ച് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്.
നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ഇവിടെ ഒരുപാട് ലഹരി മാഫിയകൾക്കെതിരെ ആക്ഷൻ എടുത്തതും പല നിയമങ്ങൾ പാസ്സാക്കിയതും മദ്യനിരോധനം അതുപോലെയുള്ള പല തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് UDF മുന്നണിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും കൂടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഓക്കെ, ശരിയാണ്, നമ്മുടെ പഞ്ചായത്തിനകത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും നിങ്ങളോടുകൂടെ നമ്മൾക്ക് ഒന്നായി ഈ പഞ്ചായത്തിന് വേണ്ടി ഒരു കവചം തീർക്കാൻ നിങ്ങളോടുകൂടെ വളരെ ശക്തമായിട്ട് 24/7 ഏത് പാതിരാത്രിക്കും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളും ഞങ്ങളുടെ പ്രസ്ഥാനവും കുട്ടികളും യുവതലമുറയും സുസജ്ജമാണ്. ഞങ്ങൾ അത് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ കവലപ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ ലഹരി മാഫിയകളും ലഹരി പ്രവർത്തനങ്ങളും നടത്തുന്നത്? ലഹരി പ്രവർത്തനങ്ങൾക്കെതിരെ എന്ത് നടപടിയാണ് പഞ്ചായത്ത് ഭരണകൂടം കൈകൊണ്ടത്? അതും കൂടി നിങ്ങൾ ഇതിനോടുകൂടി പറയണം. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട പലപ്പോഴും നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുമായി സംഘടനയുമായി അതിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ 100% ആത്മാർത്ഥമായി ഉറപ്പോടുകൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും, ലഹരി മാഫിയക്കെതിരെ എന്നും നിലകൊണ്ടിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഐക്യജനാധിപത്യ മുന്നണിയും UDF ഗവൺമെൻറ് ഒക്കെയും. അത് ചരിത്ര താളുകൾ പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഒരു കാലഘട്ടത്തിലും ഒരു തരത്തിലുള്ള സംരക്ഷണങ്ങളോ അവർക്ക് നൽകിയിട്ടില്ല. അത്തരക്കാരെ ചേർത്ത് പിടിച്ചിട്ടില്ല, കൂട്ടത്തിൽ നിർത്തിയിട്ടില്ല, അകറ്റി മാറ്റി നിയമത്തിന് വിട്ടുകൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു കാലത്തും ഒരു കാലഘട്ടത്തും ഞങ്ങൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ അത് വിൽപ്പന നടത്തുന്നവരെ അത്തരക്കാരെ ഞങ്ങൾ പിടിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. അവരെ അങ്ങേയറ്റം ദൂരെ നിർത്താൻ മാത്രമേ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്? ലഹരി അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ കൂടി കൂട്ടിച്ചേർക്കുന്നില്ല എന്നുള്ളത്? തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിനകത്തുണ്ട്. പലപ്പോഴും ഇതുപോലെയുള്ള ഗുരുതരമായ ഇടകൾ സംഭവിക്കുമ്പോൾ അടിയന്തരമായി യോഗങ്ങൾ വിളിച്ച് നിങ്ങളാണ് മുമ്പിലിട്ട് ഇറങ്ങേണ്ടത്, പഞ്ചായത്ത് ഭരണകൂടമാണ് ഇറങ്ങേണ്ടത്. നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഇതിനൊരു തടയണ സൃഷ്ടിക്കാം എന്നുള്ളത് നിങ്ങളാണ് മുൻകൂട്ടി നമ്മളെല്ലാവരെയും വിളിച്ചുകൊണ്ട് അതിനെ ഭീകരമായ അതിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ഒരു വട്ടമേശ സമ്മേളനം വിളിക്കേണ്ടതും ചേർക്കേണ്ടതും. അല്ലാതെ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഈയിടെ നമ്മൾ കണ്ടതാണ് ബാലിനടുക്കയിലെ ഒരു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉദ്ഘാടനവും സംഭവങ്ങളൊക്കെ. അന്ന് നമ്മൾക്ക് എന്താണ് അവിടെ കാണാൻ സാധിച്ചത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക സമ്മേളനം പോലെയായിരുന്നു. അവിടെ പ്രതിപക്ഷം ഉണ്ടായിരുന്നോ? മറ്റു നാട്ടുകാരുണ്ടായിരുന്നോ? ഒന്നും തന്നെയില്ല. ഏതോ ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയുടെ വിഭാഗത്തിൻ്റെ കുടിവെള്ള വിതരണം നടത്തിയ പോലെയുള്ള സംഭവങ്ങളായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. അന്ന് ബഹുമാനപ്പെട്ട നേതാവിൻ്റെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു, വീഡിയോകളൊക്കെ എടുത്തു കൊടുക്കുന്നത് നമ്മളിൽപ്പെട്ടവരാണ് എന്നുള്ളത്. അതിലെന്താണ് സാർ തെറ്റ്? വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ, നാടിൻ്റെ നന്മകൾക്ക് വേണ്ടി വീഡിയോകൾ പ്രചരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെന്തിനാണ് ഭയക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ ഇത് ഒരു ന്യായമായ അല്ലെങ്കിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുന്നത് എങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒത്തുപിടിച്ച് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും നല്ലൊരു ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നമ്മൾക്കൊരുമിക്കാം. ഞങ്ങളുണ്ട് കൂടെ. ഞങ്ങൾ അന്നും ഇന്നും എന്നും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അത്തരക്കാരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അടൂർ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ, അടൂർ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പൊതുമുതലാണ്. അത് ആരുടെയും, ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയുടെയോ സ്വകാര്യ കമ്പനിയുടെയോ ഏതെങ്കിലും തറവാടിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെയോ ഏതെങ്കിലും ക്ലബ്ബുകാരുടെയും സ്വകാര്യ സ്വത്തല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കേണ്ടതാണ്. കാര്യം അത് മനസ്സിലാക്കേണ്ട ഒരു സത്യം കൂടി തന്നെയാണ്. കാര്യം ഇത്രയെങ്കിലും നമ്മൾക്ക് നമ്മുടെ പിഞ്ചു മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ക്യാൻറ്റീൻ വരികയാണെങ്കിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കുഞ്ഞുമക്കളുടെ ആരോഗ്യം. ഒരുപാട് അതിവിദൂരമല്ലാത്ത ഒരു വാർത്ത കൂടി നമ്മൾ കേട്ടതാണ്. കേരളം കരഞ്ഞു പോയ ഒരു വാർത്ത കേട്ടതാണ്. കാര്യം നമ്മുടെ പൊതുവിദ്യാലയത്തിൽപ്പെട്ട ഒരു കുഞ്ഞു മോന് ഷോക്കടിച്ച് അകാലത്തിൽ പൊലിഞ്ഞു പോയ ഒരു ജീവൻ. ഒരുപക്ഷെ അന്ന് ഏതെങ്കിലും ഒരു പ്രവർത്തകർ, സംഘടനക്കാർ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരാൾ ആ വീഴ്ച
അല്ലെങ്കിൽ ആ ഒരു സുരക്ഷിതത്വത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ആരെങ്കിലും അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞുമോൻ ഇന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേനെ. അന്നും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, കുഞ്ഞുമക്കളാണ്, ഓടുകയും ചാടുകയും കളിക്കുകയും ഒക്കെ ചെയ്യും. ശരിയാണ്, അവർ അവരുടെ പൂന്തോട്ടത്തിൽ പാറിപ്പറന്ന് നടക്കുന്ന ശലഭങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചുറ്റും സുരക്ഷിതത്വം, സുരക്ഷ, അവരുടെ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസ വലയങ്ങൾ തീർക്കേണ്ട ബാധ്യത നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു. അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഒരു സ്കൂള്, അതിൻ്റെ പ്രവർത്തന രീതികൾ, അല്ലെങ്കിൽ മറ്റു അനുബന്ധപ്പെടുന്ന ഒരുപാട് സുരക്ഷിതത്വം മാത്രം മാനദണ്ഡമാക്കി മുമ്പോട്ട് പോകുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിന്, പുതിയൊരു സമൂഹത്തിന്, നാളെയുടെ പ്രസ്ഥാനത്തിന്, നാളെയുടെ സംഘടനകൾക്ക് നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് സ്കൂളുകളാണ്, വിദ്യാലയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിദ്യാലയങ്ങൾക്കകത്ത് നടക്കുന്ന അനീതികൾ, ന്യൂനതകൾ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അതിനെതിരെ വികാരാതീതമായ പ്രസംഗങ്ങളും മറ്റുമൊന്നും നടത്തിയിട്ട് അതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ ചെവി കൊള്ളാനോ സ്വീകരിക്കാനോ ഒന്നും പോകുന്നില്ല. കാരണം പണ്ടത്തെ കാലമല്ല സർ. ഇന്ന് വിരൽത്തുമ്പിലൂടെ നമ്മൾ ലോകം കാണുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ മുമ്പിലുള്ള ആ തലമുറയെ അങ്ങനെ അങ്ങ് പറഞ്ഞു പറ്റിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി, അതിൻ്റെ പ്രതാപവും ഐശ്വര്യവും സംസ്കാരവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ട് തന്നെ എന്നും നിലകൊള്ളും എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ.